ലോകത്ത് എന്ത് അത്ഭുതവും തങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ടെക്നിക്കുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് അമേരിക്ക വീമ്പിളക്കിക്കൊണ്ട് നടന്നത്. ഇറാനെതിരെ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ്. ഇറാനിലെ കലാപകാരികൾക്ക് ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സംവിധാനം ജാമാക്കി ഇറാൻ്റെ സാങ്കേതിക വിദ്യയുടെ കരുത്ത് എന്തെന്ന് അപ്പോൾ അമേരിക്ക അറിഞ്ഞു. ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എത്തുകയാണ്. USS എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പലാണ് 2 യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടി ഇറാനിലേക്ക് വരുന്നത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകൾ അടുത്തു കഴിഞ്ഞു എന്നാണ് സൂചന. യുദ്ധക്കപ്പലിൻ്റെ റൂട്ട് മായ്ച്ചു കളഞ്ഞാണ് അമേരിക്ക കപ്പലുകൾ വിട്ടത്. സിഗ്നലുകൾ ഇല്ലാതെ അതിവിദഗ്ധമായി ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് അമേരിക്ക കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അയക്കാൻ ശ്രമിച്ചു. എന്നാൽ കപ്പലിൻ്റെ പൊസിഷൻ റഷ്യൻ ചാരക്കണ്ണുകൾ കണ്ടെത്തിയിരിക്കുന്നു. റഷ്യൻ ചാരക്കണ്ണുകളുടെ സഹായത്തോടുകൂടി ഇറാൻ കപ്പലുകളുടെ പൊസിഷൻ കണ്ടെത്തി കപ്പൽ എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കപ്പലുകളുടെ പൊസിഷൻ ലാക്കാക്കി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറായി നിൽക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. 2025 ജൂൺ മാസം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ടെക്നോളജി പൂർണ്ണമായും നശിച്ചുവെന്നും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നുവെന്നുമൊക്കെ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് വരികയാണെന്നും അവരുടെ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും USS എബ്രഹാം ലിങ്കൻ്റെ റൂട്ട് കണ്ടെത്തിയതിലൂടെ അവർ വ്യക്തമാക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഇത്. തേച്ചാലും മായ്ച്ചാലും തീരാത്ത നാണക്കേട്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്നുള്ള ആശങ്ക ലോകത്തിനുണ്ട്. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീഴും. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ദുരന്തം. ഇസ്രായേൽ ഇറാനോട് ഏറ്റുമുട്ടിയതിൻ്റെ ക്ഷീണം ഇസ്രായേലിന് ഇറാനോട് ഏറ്റുമുട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇറാൻ്റെ മിസൈൽ കരുത്തും ഡ്രോണുകളുടെ കരുത്തും ഇസ്രായേൽ നന്നായി അനുഭവിച്ചറിഞ്ഞു. അമേരിക്ക തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ വലിയൊരു തകർച്ചയിലേക്ക്, ഒരു വമ്പൻ പരാജയത്തിലേക്ക് പോകുമായിരുന്നു ഇറാനോട്. ഇറാൻ അമേരിക്കയ്ക്ക് പെട്ടെന്ന് കീഴടക്കാൻ പറ്റുന്ന രാജ്യമല്ലെന്ന് അവരുടെ ടെക്നോളജി തെളിയിക്കുന്നു. അവർക്ക് പിന്തുണയുമായി റഷ്യൻ ചാരക്കണ്ണുകൾ ഉണ്ട്. അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് റഷ്യയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മറ്റൊന്ന്, ചൈനീസ് പോർ വിമാനങ്ങൾ ഇറാൻ പണം കൊടുത്ത് സ്വന്തമാക്കിയതാണ്. അത്യന്താധുനികമായ ചൈനീസ് പോർ വിമാനങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ സൈനികമായി കരുത്തു നേടാൻ ശ്രമിച്ചു എന്നതിന് തെളിവാണ് ഇതൊക്കെ. എന്തായാലും റൂട്ട് മായ്ച്ചു കളഞ്ഞ് സിഗ്നലുകൾ ഇല്ലാതെ അതീവ രഹസ്യമായി എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ശത്രുരാജ്യങ്ങൾക്ക് അറിയാതെ അതീവ രഹസ്യമായി എത്തിയ USS എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ ആഡംബരപൂർണമായ അല്ലെങ്കിൽ അഭിമാനപൂർവമായ പടക്കപ്പലിൻ്റെ റൂട്ടാണ് ഇറാൻ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. ഇറാൻ്റെ സാങ്കേതിക വിദ്യയിൽ അന്തം വിട്ടു നിൽക്കുകയാണ് അമേരിക്ക. ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഖൊമൈനി ഭരണത്തെ അട്ടിമറിക്കുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ആഭ്യന്തര കലാപത്തെ ബഹുജന പിന്തുണയോടുകൂടി ഖൊമൈനി അടിച്ചമർത്തി. എനിക്കും എൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിനും മാത്രമേ USS എബ്രഹാം ലിങ്കൻ്റെ റൂട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് ഇതുവരെ പറഞ്ഞു നടന്നത്. എന്നാൽ
ആ അതൊക്കെ പാഴ്വാക്കുകളായി മാറി. റഷ്യൻ ചാരക്കണ്ണുകൾ ഇറാന് അത് കൃത്യമായി കാണിച്ചു കൊടുത്തു. ഇനി എബ്രഹാം ലിങ്കനിൽ നിന്ന് ഒരാക്രമണം ഇറാനിൽ ഉണ്ടായാൽ എബ്രഹാം ലിങ്കനെയും അകമ്പടിയായി സേവിച്ച യുദ്ധക്കപ്പലുകളെയും ആക്രമിക്കാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് വളരെ പരിതാപകരമായ അമേരിക്കയുടെ അവസ്ഥ. അമേരിക്കയും ഇറാനും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആര് ജയിച്ചാലും തോറ്റാലും ലോകത്തെയാണ് അത് ബാധിക്കുന്നത്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ തകരും. ഇസ്രായേലിന്റെ കാര്യവും പരിമിതമായ അവസ്ഥയിലാണ്. ഹമാസുമായുള്ള ദീർഘകാലമായ പോരാട്ടം ഇസ്രായേലിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മയും മരുന്നുകളുടെ ദൗർബല്യവും ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. അവിടെയും പതിനായിരങ്ങൾ നെതന്യാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് ശ്രദ്ധേയം. എന്തായാലും അമേരിക്കയുടെ കപ്പലുകളുടെ പൊസിഷൻ, എബ്രഹാം ലിങ്കൻ അടക്കമുള്ള കപ്പലുകളുടെ പൊസിഷൻ കൃത്യമായി റഷ്യൻ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്തതോടെ അമേരിക്ക അങ്കലാപ്പിലാണ്. അവരുടെ അഭിമാന കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ, ആ ആക്രമണത്തിൽ എബ്രഹാം ലിങ്കന് കേടുപാട് സംഭവിച്ചാൽ അമേരിക്കയുടെ ലോക പോലീസ് പട്ടത്തിന് വലിയ തിരിച്ചടി വീഴും. ഇപ്പോൾ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാൻ ആഗ്രഹിച്ചു നടന്ന ട്രംപ് ലോകമെമ്പാടും അശാന്തിയാണ് പരത്തുന്നത്. ലോകമെമ്പാടും ട്രംപ് അശാന്തി പരത്തുന്നു. വെനസ്വലയെ കീഴടക്കാൻ ശ്രമിക്കുന്നു. അവിടുത്തെ ഭരണകൂടം കീഴടങ്ങിയിട്ടില്ല ഇതുവരെ. ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന് എതിരായിരിക്കുന്നു. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അല്ല, അക്രമത്തിനുള്ള നോബൽ പ്രൈസാണ് ട്രംപിന് നൽകേണ്ടത് എന്ന് പറയേണ്ടി വരും. ഇറാനിലെ കലാപകാരികളെ ഇറാൻ ഭരണകൂടം ആക്രമിച്ചാൽ അല്ലെങ്കിൽ കൊന്നൊടുക്കിയാൽ തങ്ങൾ ഇടപെടും എന്നൊക്കെ ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ വെറുതെയായി മാറി. ആ വീമ്പ് പറച്ചിലിൽ കാര്യമൊന്നുമില്ല. ട്രംപിന്റെ വീമ്പ് പറച്ചിൽ ശ്രദ്ധിക്കാതെ കലാപകാരികളെ ഇറാൻ തുറുങ്കിലടച്ചു. 1000-ഓളം വരുന്ന മൊസാദ് ചാരന്മാരെ കൊന്നൊടുക്കി. ചുരുക്കത്തിൽ ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ ട്രംപിന് സാധിക്കില്ല, അല്ലെങ്കിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ ട്രംപിന്റെ ആജ്ഞകൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്ന് ഇറാൻ ഭരണകൂടം തെളിയിച്ചു കൊടുത്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അറാഗ്ചി ശക്തമായ നിലപാടാണ് അമേരിക്കയ്ക്ക് നേരെ എടുത്തിരിക്കുന്നത്. ഖൊമേനിക്ക് നേരെ ഉയരുന്ന കൈവെട്ടും എന്ന് തന്നെ അറാഗ്ചി പറഞ്ഞിരിക്കുന്നു. എന്തായാലും എബ്രഹാം ലിങ്കന്റെ കൃത്യമായ ലൊക്കേഷൻ ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും തങ്ങളുടെ പടക്കപ്പലുകൾ നീങ്ങുമ്പോൾ അറിയാൻ സാധിക്കില്ല എന്ന് വീമ്പ് പറഞ്ഞ ട്രംപ് നാണം കെട്ടു നിൽക്കുന്നു.